നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ പഴക്കമനുസരിച്ച്, അതായത് വാഹനത്തിൻ്റെ കാലപ്പഴക്കമനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജിന് വ്യത്യാസം വരുമോ? അതായത് വാഹനത്തിൻ്റെ മൈലേജ് കുറയുമോ? ഇങ്ങനൊരു സംശയം കുറച്ച് പേർക്കെങ്കിലും കാണുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും കാണുമായിരിക്കും. കാരണം പുതിയ വാഹനം എടുക്കുമ്പോൾ മൈലേജ് കിട്ടും, കുറച്ച് പഴകിക്കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ? അതോ സർവീസ് കഴിയുമ്പോൾ മൈലേജിന് വ്യത്യാസം വരുമോ, അതായത് മൈലേജ് കുറയുമോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗിരീഷ് കോട്ടുപള്ളിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹെൽപ്ഫുൾ വീഡിയോ. ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയുടെ കമൻ്റായിരുന്നു ഹെൽപ്ഫുൾ വീഡിയോ. രാകേഷ് ബ്രോ, വണ്ടിയുടെ പഴക്കമനുസരിച്ച് മൈലേജ് കുറയാനുള്ള ചാൻസ് ഉണ്ടോ? അതുപോലെ സർവീസ് ചെയ്തതിന് ശേഷം മൈലേജ് ഡ്രോപ്പ് ആകുമോ? ഒരു വീഡിയോ തന്നെ പ്രതീക്ഷിക്കുന്നു. നല്ല കാര്യം, നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് പറഞ്ഞേക്കാം, വാഹനത്തിൻ്റെ പഴക്കമനുസരിച്ച് മൈലേജ് കുറയുമോ? ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ പഴക്കം അനുസരിച്ച് മൈലേജ് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസും കാര്യങ്ങളും പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്ന വേറൊരു ചാൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണെങ്കിൽ, ഈ ടയറിൻ്റെ കണ്ടീഷൻ വളരെയധികം നമ്മുടെ വാഹനത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പറാണ്, മൈലേജിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ ടാങ്ക് ഫ്യൂവൽ എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യും. എന്നിട്ട് വാഹനത്തിൻ്റെ മൈലേജ് നമുക്ക് വളരെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ നമ്മുടെ വാഹനത്തിൻ്റെ ടയറോ അല്ലെങ്കിൽ ബാറ്ററിയോ എന്തോ അഡീഷണൽ ആയിട്ടുള്ള എന്തോ കാര്യം അവിടെ വരുന്നുണ്ട്. മിക്കവാറും ഒരു 80% നമ്മുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ കൊണ്ട് തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് ഡ്രോപ്പ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇത്ര നോക്കിയാൽ മതി. ഒരു 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള വാഹനത്തിൻ്റെ ടയർ ആണെങ്കിൽ എത്രത്തോളം വെയർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരുപാട് ഒരു ലിമിറ്റിന് താഴെ വെയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ടയർ മാറ്റി വിടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൻ്റെ സർവീസ് കഴിഞ്ഞാൽ മൈലേജ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു മേജർ സർവീസ് ഒക്കെ ആണെങ്കിൽ, അതായത് ഏകദേശം ഒരു 40,000 കിലോമീറ്ററിൻ്റെ സർവീസ് അല്ലെങ്കിൽ 80,000 കിലോമീറ്ററിൻ്റെയൊക്കെ സർവീസ്, അതായത് മേജർ സർവീസാണ്, എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്യൂവൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറുന്ന ഒരു സർവീസിന് നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മൈലേജ് ഡ്രോപ്പ് വന്നോന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മൈലേജ് ഡ്രോപ്പ് അല്ല സംഭവിച്ചിരിക്കുന്നത്. നമുക്കൊരു വാഹനത്തിൻ്റെ പവർ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നല്ല, ശരിക്കും അവിടെ പവർ കൂടിയിട്ടുണ്ട്. കാരണം എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഏകദേശം ബ്ലോക്കായിരിക്കുന്ന, അല്ലെങ്കിൽ ഏകദേശം ബ്ലോക്കായി കഴിഞ്ഞൊരു സിറ്റുവേഷനിൽ നിന്നാണ് നമുക്കത് പിന്നീട് നമുക്കൊരു പുതിയ എയർ ഫിൽറ്റർ വെക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ പവർ കൂടും. അങ്ങനെ പവർ കൂടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് നോർമലായിട്ട് അവിടെ മൈലേജ് ഡ്രോപ്പ് വരുന്നതാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ധൈര്യമായിട്ട് തന്നെ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്, മൈലേജ് കുറയത്തില്ലെന്ന് തന്നെ ഉറപ്പിക്കാം. നോർമലായിട്ട് ഓടിക്കുന്ന രീതിക്ക് തന്നെ ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി അതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ പഴക്കം അനുസരിച്ച് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് മാറ്റമോ കാര്യങ്ങളൊന്നും വരത്തില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കൂടുകയാണെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. അതെങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ലാതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ ഉണ്ടാകുന്നത്.